ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിഷ് ടാങ്ക് ക്ലീനിങ് വീഡിയോ ആണ്. നിങ്ങൾക്ക് അക്വാറിയം ഫിഷസ്, ഗപ്പി, ബെറ്റ ബ്രീഡിങ് ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കണ്ടൻറ്റ്സ് ഏതാണെന്ന് കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഫ്രണ്ട്സ്, ആദ്യം ഞാൻ എൻ്റെ ചുറ്റും ഉണ്ടായിരുന്ന പ്ലാന്റ്സ് എടുത്ത് മാറ്റുന്നുണ്ട്. പ്ലാന്റ്സ് കുറേ ഉണ്ട്. പ്ലാന്റ്സിൽ നിന്നും കരിയിലേക്ക് ഫിഷ് ടാങ്കിലോട്ട് വീഴുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് മണി പ്ലാന്റ്സ് ഇങ്ങനെ ഗ്ലാസ് ബോട്ടിൽസിലും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കുരുങ്ങിയിരിക്കുക. അതിൻ്റെ കുരുക്കൊക്കെ അഴിച്ച് മണി പ്ലാന്റ് എല്ലാം എടുത്ത് ഊരി വെക്കുന്നുണ്ട്. പിന്നെ ഒരു ചൂലെടുത്തിട്ട് അതിൻ്റെ ചുറ്റും ഉണ്ടായിരുന്ന കരിയിലേക്ക് തൂത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കരിയിലേക്ക് പറക്കി കളയുകയാണ്. ഉള്ളിൽ അത്യാവശ്യം നല്ലതുപോലെ കരിയിലുണ്ട്, അടിയിൽ നല്ലപോലെ കരിയില കിടക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ എന്താ പറയുക, നമ്മൾ താഴോട്ട് എടുത്ത് വെച്ച പ്ലാന്റ്സിൻ്റെ ഇവിടെ സൈഡിലൊക്കെ എന്താ പറയുന്നത് കരിയില ഉണ്ടായിരുന്നു. കരിയില വാരി കളയുന്നുണ്ട്. പിന്നെ നമ്മൾ ഫിഷ് ടാങ്ക് ഒന്നും വെള്ളം കളഞ്ഞ് ഫ്രഷ് വാട്ടർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മീൻ കുഞ്ഞുങ്ങളൊക്കെ പിടിച്ച് മാറ്റിയിട്ട് ഓസ് വെച്ചിട്ട് അതിൻ്റെ അടിയിലത്തെ ഡേർട്ടി വാട്ടർ എടുത്ത് കളയുകയാണ്. പിന്നെ ആദ്യം ഞങ്ങൾ വിചാരിച്ചത് അടിയിലെ തോര് മൊത്തം എടുത്ത് കളഞ്ഞിട്ട് വെള്ളം നിറയ്ക്കാമെന്നായിരുന്നു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ബക്കറ്റ് വെച്ച് അതിൻ്റെ ഉള്ളിലുള്ള മൊത്തം വെള്ളവും കോരി കളഞ്ഞിട്ടുണ്ട്. ബക്കറ്റും കപ്പും ഒക്കെ വെച്ചിട്ട് വെള്ളം ഇങ്ങനെ കോരി കളഞ്ഞിട്ട് ഞങ്ങൾ വെള്ളം പുതിയത് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ കപ്പ് വെച്ച് ഇപ്പോൾ കോരി കളഞ്ഞിട്ട് പ്ലാന്റ്സിനൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ വെള്ളം. പിന്നെ കോരിയും ഒക്കെ എടുത്തിട്ട് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു മീനുണ്ട്. അപ്പം ഞാൻ എന്താ പറയുക, കോരി വെച്ച് ഇത് വെള്ളം ഇങ്ങനെ എടുത്ത് മീനെ ഇങ്ങനെ അരിച്ച് എടുക്കുമായിരുന്നു. പിന്നെ മേലിൽ പോയിട്ട് മസ്റ്റാർഡ് ഗ്യാസിൻ്റെ കുഞ്ഞുങ്ങളെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പ്ലാന്റ്സ് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ മസ്റ്റാർഡ് ഗ്യാസിൻ്റെയും നമ്മൾ നേരത്തെ പിടിച്ച് വെച്ച ഗപ്പിയുടെയും കുഞ്ഞുങ്ങളെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ പായലല്ല പ്ലാന്റ്സൊക്കെ വെച്ച് അതിന് വലയൊക്കെ വിരിച്ചു. പിന്നെ വല അടിയിലോട്ട് താന്നു പോകാതിരിക്കാൻ വേണ്ടി നടുക്കൊരു കമ്പും വെച്ചിട്ടുണ്ട്. പിന്നെ പ്ലാന്റ്സ് എല്ലാം എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഫിഷ് ടാങ്ക് ക്ലീനിങ് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു ഫൈനൽ വ്യൂ. ഇതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ വല ഇട്ടിട്ടുണ്ട്. സൈഡിൽ കുറച്ച് നല്ല അത്യാവശ്യം വെയിറ്റുള്ള നല്ല ചെടിച്ചട്ടികളും വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണല്ലേ ഇതിൻ്റെ ഉള്ളിലുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പ്ലാന്റ്സ് ഒക്കെ. പിന്നെ നമ്മൾ വലയിടാനും അതിൻ്റെ മണ്ടയ്ക്ക് വെയിറ്റ് വെക്കാനും ഉള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ കൊക്കുകൾ വന്നിട്ട് നമ്മുടെ മീനെ എടുത്തുകൊണ്ട് പോകും. അഥവാ വല ഇട്ടിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ഒന്നും വെച്ചിട്ടില്ലെങ്കിൽ കൊക്കുകൾ വന്ന് എന്താ പറയുക, അതിൻ്റെ ചുണ്ടോ കാലോ വല്ലതും വെച്ച് വല പൊക്കി മാറ്റി മീനെ ഫിഷ് ടാങ്കിൻ്റെ ഉള്ളിൽ ഇറങ്ങി എടുത്തുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ മുകളിൽ നമ്മൾ കുറച്ച് ഗപ്പീസിനെ ഗ്ലാസ് ടാങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ വെയിറ്റ് ഒന്നും വെക്കാതെ നെറ്റും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കൊക്ക് വന്നിട്ട് കാല് വെച്ചത് പൊക്കി മാറ്റി ഫിഷ് ടാങ്കിനുള്ളിലുണ്ടായിരുന്ന എന്താ പറയുക ഗപ്പീസിനെ മൊത്തം എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അങ്ങനെ നമ്മൾ കുറേ ഫൈറ്റേഴ്സും ഗപ്പീസും ഒക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഗപ്പീസിനെ ഫൈറ്റേഴ്സിനെയൊക്കെ വളർത്തുന്നവർ ചിന്തിക്കേണ്ടതും ചെയ്യേണ്ടതും ഒരു കാര്യമാണ്. ഇതിൻ്റെ മണ്ടയ്ക്ക് വലയിടുക മാത്രമല്ല, അതിൻ്റെ മണ്ടയ്ക്ക് വെയിറ്റും വെക്കുക എന്നും പറഞ്ഞ് അങ്ങനെ ഹെവി വെയിറ്റ്. അപ്പം നമ്മൾ എന്താ പറയുക, ഇത് കൊക്ക് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിൻ്റെ മണ്ടയ്ക്ക് ഹെവി വെയിറ്റ് വെക്കണം എന്നല്ല പറയുന്നത്. കൊക്കിന് പൊക്കാൻ പറ്റാത്ത രീതിയിലുള്ള, അതായത് എന്തെങ്കിലും ചെറിയ കുഞ്ഞു കമ്പോ അങ്ങനെ എന്തെങ്കിലും വെക്കാം. കുഞ്ഞു കമ്പല്ല, അത്യാവശ്യം നല്ല കനമുള്ള കമ്പൊക്കെ വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.